കേരളത്തിലെ ജനങ്ങളെ അങ്ങനെ റീൽസ് ഇട്ട് പറ്റിക്കാമെന്ന് കരുതണ്ട. കുറച്ച് സിനിമാ നടിമാരൊക്കെ അതിൽ റീൽസ് അഭിനയിക്കാൻ കിട്ടുമായിരിക്കും. അങ്ങനെ കുറച്ച് ആളുകളെ കൊണ്ടുവന്നിട്ട് ഷാഫിയും ഇയാളും ഒരു ജനപ്രിയനാണ് എന്ന് വരുത്തി തീർത്ത് ആളുകൾക്കിടയിൽ തെറ്റിദ്ധാരണ പരത്തുകയാണ്. അതുകൊണ്ട് റീൽസ് കൊണ്ടൊന്നും രക്ഷപ്പെടാൻ വേണ്ടി കഴിയുന്ന ഒരു കേസായിട്ട് ഇതിനെ കാണേണ്ടതില്ല. കേരളത്തിലെ പോലീസ് വളരെ കൃത്യമായി ഈ കാര്യങ്ങൾ ഇടപെട്ടുകൊണ്ടിരിക്കുന്നു. കേരളത്തിലെ പോലീസിൽ ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്. അതുകൊണ്ട് ഈ സൈക്കോപാത്ത് ക്രിമിനൽ ഉൾപ്പെടെ ഇദ്ദേഹത്തിൻ്റെ കൂട്ടാളിയായിട്ടുള്ള ഷാഫിയും സംഘവും ഉൾപ്പെടെ നിയമത്തിൻ്റെ മുന്നിലേക്ക് വരേണ്ടി വരും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ആര് സംരക്ഷിക്കാൻ നോക്കിക്കഴിഞ്ഞാലും ഇനി രക്ഷപ്പെടാൻ വേണ്ടി പോകുന്ന പ്രശ്നമില്ല. പിന്നെ ഇവർ കുറേ ആളുകളെ ഭീഷണിപ്പെടുത്തി പിൻവലിപ്പിക്കാൻ വേണ്ടി നോക്കുന്നുണ്ട്. പരാതി കേരളത്തിലെ ഒരു ടെലിവിഷൻ മാധ്യമമാണ് ജനൻ TV. ആ ജനൻ TVയിലെ ഒരു മേധാവി ഉൾപ്പെടെ ഈ ഇരയെ ബന്ധപ്പെട്ട് ഈ കാര്യങ്ങൾക്കെല്ലാം നിൽക്കേണ്ടതുണ്ടോ എന്ന് ചോദിച്ചു എന്നുള്ള ചില വാർത്തകളൊക്കെ പുറത്തു വരുന്നുണ്ട്. ആരാണ് എന്താണെന്നൊക്കെ പിന്നീട് പറയാം. അതുകൊണ്ട് അങ്ങനെ സംരക്ഷിക്കാൻ വരുന്ന ആളുകളൊക്കെ ഞങ്ങൾക്ക് പറയാനുള്ളത് ആവശ്യമുള്ള പണിക്ക് നിന്നാൽ മതി, വേണ്ടാത്ത കാര്യത്തിൽ ഇടപെടാൻ നിൽക്കേണ്ടതില്ല. അതുകൊണ്ട് ഇരയെ ഭീഷണിപ്പെടുത്തിയും സമ്മർദ്ദത്തിൽപ്പെടുത്തിയിട്ടും സ്വാധീനിച്ചിട്ടും ഇയാളെ രക്ഷപ്പെടുത്തിയെടുക്കാൻ വേണ്ടിയിട്ട് കുറേ ആളുകൾ കണഞ്ഞ് പരിശ്രമിക്കുന്നു. അവർക്കെല്ലാമുള്ള മുന്നറിയിപ്പാണ് DYFIയുടെ പ്രതിഷേധം.